ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന അതിന് ദൈവത്തിന് നമുക്ക് ഇതെന്ന് പറയാം. അപ്പോഴിന്നേ എന്നെ കാണാനേ എൻ്റെ ഒരു സബ്സ്ക്രൈബറായ ആൻറ്റി, എൻ്റെ വെൻസിയുടെയും വീഡിയോ കാണുന്ന ഒരു ആൻറ്റി കാണാൻ വന്നു. എനിക്കൊരു സാധനവും കൊണ്ട് തന്ന്. ആ സാധനം ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. ഒത്തിരി സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് തന്നെ ഒരു യൂട്യൂബർ വീട്ടിൽ കാണാൻ വന്നു. യൂട്യൂബിൽ നിന്ന് ഒരാൾ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്ന്. അത് നമുക്കൊക്കെ ഒത്തിരി പ്രയോജനമുള്ള ഒരു സാധനം കൊണ്ടുവന്നേ. അത്രയും മെനക്കെട്ട് എനിക്ക് കൊണ്ടു തന്നെ ഒത്തിരി എനിക്ക് സന്തോഷം കൊണ്ടങ്ങ് കണ്ണു നിറയുന്നു. കാരണം നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന ആളാന്നല്ലോ. പിന്നെന്താ, കുറച്ച് നേരത്തേക്കിന് ഒരു അരമുക്കാൽ മണിക്കൂറേ ഉള്ളായിരുന്നു. എങ്കിലും നമുക്കത് കുറേ സമയം സ്പെൻഡ് ചെയ്തതുപോലെ ആ നിമിഷങ്ങൾ നമുക്ക് മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു. രണ്ടുപേരും സന്തോഷത്തോടെ വന്നു. പിന്നെന്താ, പിന്നെ ഇന്നത്തെ വീഡിയോയും കാണുക. ഇന്നലെ വീഡിയോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയേ എൻ്റെ ദൈവമേ. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഡിറ്റിംഗ് എല്ലാം ചെയ്തിട്ട് രാവിലെ ഞാനൊരു അലാറം വെച്ചിട്ടുണ്ട് 11:15. ഞാൻ അന്നേരം എക്സ്പോർട്ടിങ് ചെയ്തേ. ഞാൻ എക്സ്പോർട്ടിങ് ചെയ്തു, യൂട്യൂബിലോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. പിന്നെ ഇടാനുള്ളത് ആ സമയത്ത് ഇവിടെ എന്തുമായിരുന്നു, ഈ പണിക്കാർ, ബിൽഡിങ്ങിൻ്റെ പണിക്കാർ, അതിൻ്റെ നമ്മുടെ കതകിൻ്റെ അവിടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ അത് ഇട്ടിട്ട് പോയി നോക്കാൻ പോയി. പിന്നെ റീച്ചാനും അങ്ങ് രാവിലെ പോയി, പോളങ്ങ് പോയി. ആരും ഇല്ലായിരുന്നു. ആരും ഒന്നും ഓർപ്പിച്ചതും ഇല്ലെന്നുള്ളത്. 2:30 ആയപ്പോൾ ഞാൻ കമൻറ്റ് നോക്കിയപ്പോഴാണ് അയ്യോ വീഡിയോ ഇട്ടില്ലെന്ന്. പിന്നെ പെട്ടെന്ന് ഇടുമായിരുന്നു. മായ അതിന് മുമ്പിട്ട് വാട്സപ്പിൽ ചോദിച്ചു, ചേച്ചിയെ ഇന്ന് വീഡിയോ ഇല്ലേന്ന്. പിന്നെ അനിതയും ചോദിച്ച്, വിജി വീഡിയോ ഇന്ന് കണ്ടില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്ക് ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അനിതയാന്ന് തോന്നുന്നു പറഞ്ഞത്, പഴയ ഞങ്ങളുടെ വീഡിയോ, ഈ കൊച്ചു പിള്ളേരുടെ വീഡിയോ ഇട്ടോ, അയ്യോ പ്രീസനൊക്കെ എന്ത് കുഞ്ഞാ എന്നൊക്കെ. ഞാനും ചില സമയത്ത് എൻ്റെ പഴയ വീഡിയോകൾ, ഇവന്മാരുടെ കുസൃതികൾ, ഈ പ്രീസൻ്റെ ഓരോ കുസൃതികളൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ പറയും, എന്ത് ക്യൂട്ടായിരുന്നു നിൻ്റെയൊക്കെ സംസാരമൊക്കെ കേൾക്കാൻ. ഞാൻ പഴയ വീഡിയോകൾ ഇന്ന് കാണുമായിരുന്നു. ഇവർ കൊച്ചുങ്ങളിരുന്ന് ഫുഡ് കഴിക്കുന്നേ അങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ദോശയും നേരത്തെ സാമ്പാർ ഇരിപ്പുണ്ട്. ദോശയും സാമ്പാറുമാണ്. അപ്പം കട്ടി കുറഞ്ഞതും അല്ലാത്തതുമായ ദോശകളുണ്ടാക്കണം. അപ്പം ഞാനൊന്ന് ദോശ ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ ചുമന്നേരി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ചുമന്നേരിയുടെ ഇറച്ചാൻ പറയുന്നത്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ അങ്ങ് വാങ്ങിയിരും. അപ്പം ഞാൻ പറഞ്ഞ് ഇറച്ചാൽ 2 വെക്കണ്ടേ, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു. ഇപ്രാവശ്യം മലയാളിക്കടയിൽ കയറിനെ റീച്ചാൻ ജബർദസ്തി മീൻസ് അങ്ങ് ഫോഴ്സ് ചെയ്ത് വാങ്ങിയിരുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ 2 കിലോ വാങ്ങിച്ച്. അത് ഭയങ്കര വേവുള്ളതാണെന്ന് അവർ അന്നേരേ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ അതങ്ങ് അടപ്പത്തിട്ട്. ഭയങ്കര വേവായിരുന്നു കേട്ടോ. രാവിലെ ഇട്ടിട്ട് അതിങ്ങനെ വൈകുന്നേരം വരെ കിടന്നാലും അതിങ്ങനെ മണി പോലെ ഇരിക്കും. ഇനി അടുത്ത പ്രാവശ്യം വെക്കുന്നത്, ഞാനിപ്പോൾ 1 ഗ്ലാസ് അരി ഇട്ടാൽ എനിക്കത് 2-3 ദിവസത്തേക്കിനുണ്ട്. ഇവർക്ക് ആർക്കും വേണ്ട. അപ്പോൾ ഞാൻ അത് അടപ്പത്തിട്ടിട്ട് പിന്നെ ഞാനും കൂടെ കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇനിയും വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കുക്കറി വെച്ച് നോക്കണം. അപ്പോൾ പോള് ഇപ്പോഴേ ചോദിച്ചേക്കുക, നാട്ടിൽ ചെല്ലുമ്പം ചുമന്ന റെഡ് റൈസ് ആണോ, അവനത് ഇഷ്ടമല്ല. എന്തോ ഈ പിള്ളേരെ, നമുക്കൊക്കെ അത് നേരെ തിരിച്ചാൽ അതാ ഇഷ്ടം. അപ്പോൾ ഞാൻ വേവിച്ചിട്ടും അതിങ്ങനെ മണി പോലെ കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൂടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നും എന്തുവാ തോരൻ വെക്കുന്നതെന്നൊക്കെ ഉള്ളൊരു പരിപാടി. അപ്പോൾ ഞാൻ കാബേജ് ഉണ്ടായിരുന്നു സഫഷൻ എനിക്ക്. പക്ഷേ ഞാൻ ചിന്തിച്ച് കാബേജും ക്യാരറ്റും കൂടെ ഇട്ടൊന്ന് വെക്കാം, ഒരു വെറൈറ്റി ആയിട്ടിരുന്നോട്ടെന്ന്, ഇന്നാളിലും വെച്ചതുപോലെ. അപ്പോൾ നേരത്തെ കാബേജ് ഇരിപ്പുണ്ട്. പിന്നെ ഇന്നൊരു പുതിയതിൻ്റെ പകുതിയും കൂടെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നിച്ചിരി കൂടുതലങ്ങ് എടുത്തതങ്ങ് ഞാനങ്ങ് അരിഞ്ഞു. അപ്പോൾ എനിക്ക് നാളെ പിന്നെ തോരൻ വയ്ക്കണ്ട.
അപ്പം താഴെ ഇരുമ്പമ്പുളി ഇന്ന് പ്രൈസം പറയുന്നത് കേട്ട് ഇരുമ്പമ്പുളി എന്നല്ല അവൻ പറഞ്ഞത്, വേറൊരെണ്ണോ ഒരു പേരാ പറഞ്ഞത്. ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്, പോയി പിച്ചട്ടേന്ന്. ഞാൻ പറഞ്ഞു ഇപ്പം പിച്ചണ്ട, നീ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് വേണേ പിച്ച്, അവന് തിന്നാൻ വേണ്ടി. ഞാൻ നോക്കിയില്ല, ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ടായിരുന്നു, ഇല ഇങ്ങനെ തളിർത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ പോയെന്ന് അരിയട്ടെ. അപ്പം ഞാൻ മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിലിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ടാ ഇത് അരിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിന് ഐസൊക്കെ ഒന്ന് മാറും. അപ്പം അരിയും കൂടെ, നോർമൽ അരിയും കൂടെ ഒന്ന് ഇടട്ടെ, ഇവർക്കുള്ള അരി. അപ്പോൾ ഇന്നലെ എനിക്ക് നല്ലെണ്ണയും വേണമായിരുന്നു, വിനെഗറും വേണമായിരുന്നു. അപ്പോൾ റീച്ചാൻ ഡീമാർട്ടി വരുന്ന വഴിക്ക് കയറി. റീച്ചാൻ പോയാൽ പിന്നെ കയ്യിൽ കിട്ടുന്നതൊക്കെ ഇതൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഇത് 10 മാജിക് ഫ്ലേവറിൻ്റെ 10 എണ്ണം 150 രൂപ. വലിയതായിരുന്നു. പക്ഷേ നല്ല, ഞാനും ഒരെണ്ണം കുടിച്ച് കേട്ടോ. സാധാ ഈ കിട്ടുന്ന ഈ പെപ്സിയുടെ കൂട്ടല്ല, നല്ല ഓരോ ഫ്ലേവറിൻ്റെ ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത്ര വലിയതുമായിരുന്നു. ഞാൻ അന്നേരം കിടന്ന് വഴക്ക് പറഞ്ഞു, എന്തോ ഒരു ഔചത്തിനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ. അപ്പോൾ പിള്ളേർ ഓരോ ദിവസം കുടിക്കും. ഇതിൽ കാണുന്ന ഈ ഫോട്ടോകളുടെ എല്ലാ ഫ്ലേവറും ഉണ്ട്. ലിച്ചി, ബ്ലൂബെറി, ഓറഞ്ച്, ലെമൺ, അങ്ങനെ പലതും. അവന്മാർക്ക് ഇപ്പം ചൂടായതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാം. ഞാനിവിടെ ഒരുത്തനോട് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ ഈ തറയിരിപ്പ് ഭയങ്കര സുഖമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പാ ചോദിച്ചു. അപ്പം പായ ഇവിടെ അകത്തിരുന്ന് ഒരു പായ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇരിക്കുമായിരുന്നു, പിന്നെ അതങ്ങ് കിടപ്പായി. കുറച്ച് കഴിഞ്ഞ് നോക്കിയുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് പോയി. ഇപ്പം ഹാഫ് ഡേ ആൾക്ക്. നീ പഠിക്കുന്നത് അങ്ങനെയാണോടാ? പഠിച്ച് കിടന്നോ? ഈ 10th എക്സാം ആയതുകൊണ്ട് ഇവർക്ക് ഹാഫ് ഡേയാണ്, 2:30 തൊട്ട് 5:30 വരെ. അതുകൊണ്ട് അത്രയും നേരം ഉണ്ട് ഇവിടെ വീട്ടിൽ. അപ്പം പഠിക്കാൻ പറഞ്ഞ് ഇങ്ങനെ ബുക്ക് എടുത്തുകൊണ്ടിരിക്കും. പിന്നെ അവൻ കുറച്ച് അവൻ്റെ ടോയ് എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ തോക്കുണ്ടാക്കി, പിസ്റ്റൺ ഉണ്ടാക്കി വെടി വെച്ചുകൊണ്ട് നടക്കും. അവനോട് പഠിക്കടാന്ന് പറഞ്ഞാൽ ഇച്ചിരി നേരം പഠിക്കുമെന്ന് പറഞ്ഞ് ഇരിക്കും. പിന്നെ വീണ്ടും അവനെ കുറച്ച് നേരം കഴിഞ്ഞ് പിഷ് 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 സൗണ്ട് കേൾക്കും. അന്നേരം അറിയാം ആളവിടെ കളിക്കുവാന്ന്. പിന്നെ അടുക്കളയിൽ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലും. അപ്പം ഞാൻ ഈ മീനൊന്ന് വെട്ടിയെടുക്കട്ടെ. ഞാൻ കാബേജൊക്കെ അരിഞ്ഞ് കൊണ്ടുവന്നു. അതിനുശേഷം ഞാൻ ചിന്തിച്ചെന്നാൽ ഇതിൻ്റെ ഐസങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇത് പോകുന്നതിന് മുമ്പിട്ട് അങ്ങ് വെട്ടിയെടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് തോരനുള്ളത് നോക്കാമെന്ന്. പക്ഷേ ഈ മീനുണ്ടല്ലേ, നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ തലയോടുകൂടി ആയിരുന്നല്ലോ എടുക്കുന്നത്. അപ്പോൾ ചില മീനിൻ്റെ തലയ്ക്കൊന്നൊക്കെ ടേസ്റ്റ് കാണത്തില്ല. പക്ഷേ ഇതിൻ്റെ തലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതാന്നേ ഉള്ളായിരുന്നു, എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ തേടെന്ന് പറയും. ചിലടത്ത് ഹിന്ദിയിൽ കൂരി എന്നാണ് പറയുന്നത് തോന്നുന്നു. കൂരി, അതായത് ഈ നമ്മുടെ ഈ മുഷി പോലൊക്കെ അതിന് ഇച്ചിരി മീശയൊക്കെ ഉണ്ട്. പക്ഷെ നല്ല മാംസമുള്ള മീനാണ്. തിന്നാൻ നല്ല, പക്ഷേ അതങ്ങ് അത് നമ്മൾ വെട്ടിയൊക്കെ വരുന്ന ഉടനെ ഭയങ്കര സ്മെല്ലാണ് വീട് മൊത്തം. ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിച്ചു, നല്ല മാംസം, മുള്ളില്ല. പക്ഷേ ഇവിടെ അത് പോളിനും അത്ര ഇഷ്ടപ്പെട്ടില്ല. റേച്ചാനും ഞാൻ എന്നാൽ പീസ് റേച്ചാൻ കഴിക്കുമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത്. പക്ഷേ ഞാനത് കാണുമ്പോഴും ഞങ്ങളുടെ നാട്ടിലൊരു അമ്മാമ്മയുടെ കയ്യിൽ വെട്ടിയ സമയത്ത് അതിൻ്റെ തലയ്ക്ക് ഭയങ്കര കട്ടിയാണ് മുള്ളെന്നാണ് പറയുന്നത്. അതിൻ്റെ മുട്ടയെന്ന് പറയുന്നത് കുഞ്ഞു കുനുകുനുള്ള നമ്മുടെ കോഴിമുട്ടയുണ്ട്, മഞ്ഞക്കരു പോലുള്ള അതുപോലുള്ള മുട്ടയാണ്. അത് പൊട്ടിച്ച് ഇങ്ങനെ ഞെവിടി പണ്ട് ഞങ്ങളുടെ അമ്മ ഇങ്ങനെ വെട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അന്നേരം മുട്ട പരിഞ്ഞിലല്ല, ഇങ്ങനെ കുഞ്ഞു മുട്ടയാണ് അതിനുള്ളത്. നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കരു ഉണ്ടല്ലേ, അതുപോലുള്ള അതിങ്ങനെ നമ്മൾ മുട്ട പൊരിക്കുന്നത് പോലെ പൊട്ടിച്ചിങ്ങനെ തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ട് പൊരിക്കാൻ നല്ലതാണ്. അപ്പം ഞാനിവിടെ ആ മീൻ വെട്ടിയിട്ട് തോരനുള്ളത് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ചുമന്നേരി ഇട്ടെന്ന്. ദൈവമേ, അത് സാധാരണ ഇപ്പോൾ കിട്ടിയ വെള്ളേരി ഒന്ന് തിളപ്പിച്ചിട്ടാൽ അത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അതങ്ങ് വേവും. ഇതെന്ന് പറയുന്നത് എൻ്റെ പൊന്നോ, ഞാൻ തിളപ്പിക്കുന്നതിനനുസരിച്ച് അത് അവിടെ
പണ്ടുള്ളവർ പറയത്തില്ലേ കല്ല് പോലെ കിടന്നു, ഇത് അത് തന്നെ കല്ല് പോലെ കിടക്കുക അതങ്ങ്. അത് ഒട്ടും വേവുന്ന ലക്ഷണമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള മണിമണി പോലെ കിടക്കുന്ന ചോറ എനിക്കും പോളിനൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ തോരൻ അടുപ്പത്ത് വെച്ചേ. പിന്നെ കൊണ്ടുവന്നായിരുന്നു ആളിത് പിസ്ത ചേർത്ത്, പിസ്തായും കപ്പലണ്ടിയുമേ ഉള്ളു ഇത്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നും പറഞ്ഞുള്ള ഇതായിരുന്നു. പക്ഷേ നല്ല വിലയായി ഈ സാധനത്തിനൊക്കെ. പിസ്താന്ന് വേറെ ഉള്ളു, കൂടുതലും കപ്പലണ്ടി അതിൻ്റെ അകത്ത്. അപ്പം എനിക്ക് ഈ കപ്പലണ്ടി മിഠായി ഇഷ്ടം. കപ്പലണ്ടി മിഠായിയുടെ കൂട്ടുണ്ട് ഇത്. അപ്പോൾ അതും കൊണ്ടുവന്നായിരുന്നു. ഞാനത് വെളിയിൽ വെച്ചാൽ ഒറ്റയടിക്ക് ഒരു നിമിഷം കൊണ്ട് അത് തീർക്കും. അതുകൊണ്ട് ഞാനെടുത്ത് ഓരോ പീസ് കൊടുത്തിട്ട് ഞാനെടുത്തങ്ങ് വെച്ച്. അല്ലെങ്കിൽ തിന്നുന്നതിനൊരു കണക്കില്ല. ഇതൊക്കെ അങ്ങ് മധുരമല്ലേ, ഓരോ ദിവസം കഴിക്കട്ടെ. അതുപോലെ ആ പെപ്സി ആണെങ്കിലും ഞാൻ ഒരെണ്ണം കൊടുക്കും ഒരു ദിവസം. എടുത്തോട്ടെ എന്ന് ചോദിക്കും. ഞാൻ പറയും വേണ്ട, എടുക്കണ്ട, നാളെ എടുത്താൽ മതിയെന്ന്. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കിണി അടിച്ചുകൊണ്ട് ഒരു ഐസുകാരൻ ആ സൈക്കിളും കൊണ്ട് സ്കൂളിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു. 5 പൈസ 10 പൈസ കൊടുത്താലൊക്കെ ഞങ്ങളത് വാങ്ങിച്ചത് വെറും വെള്ളം. ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിനുള്ള മധുരമേ ഉള്ളൂ, പിന്നെ വെറും വെള്ളമാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ആ വട്ടപാത്രത്തിൽ നമ്മൾ വാങ്ങിച്ച് തിന്നുമായിരുന്നു. ഇപ്പം അന്നൊക്കെ ഒരു ഐസൊക്കെ തിന്നാൻ ഭയങ്കര കൊതിയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു മോരുകറിയും കൂടെ ഉണ്ടാക്കി. അപ്പം തോരൻ കുറച്ചെടുത്തങ്ങ് മാറ്റി, കുറച്ച് ഇന്നത്തേക്കിനുള്ളതെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചക്കത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം അച്ചാറിൻ്റെ പാത്രമൊക്കെ ഞാൻ അങ്ങ് കാലിയാക്കി. ഇനി അത് വടിക്കാനുണ്ട്. അതിപ്പം എനിക്കിപ്പം മീൻചാറുണ്ടെങ്കിൽ പിന്നെ ഞാനതെടുക്കുന്നില്ല. ഇത് റേച്ചാൻ വടിക്കാൻ ഇഷ്ടമാണ്. കാരണം മീനൊന്നും റേച്ചാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ലല്ലോ. ഈ അച്ചാറൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് റേച്ചാൻ അത് വടിക്കാൻ ഞാൻ വെച്ചേക്കുക. ഇതിപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ പ്രെയർ കഴിഞ്ഞ് വന്നിട്ട് മലയാളിക്കടയിൽ കയറിയതാണ്. അപ്പം ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കാണുന്നത്. എൻ്റെ തലയിൽ തന്നെ ആ ഷോൾ ഉണ്ടായിരുന്നെന്ന്. കാരണം ബൈക്കിലല്ലേ ഞങ്ങൾ വരുന്നത്, ഭയങ്കര വെയിലാണ്. അപ്പം ഞാൻ ആ ഷോളും കൊണ്ട് തലയിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഈ ഞാൻ മൂക്കിൻ്റെ അവിടെയും കെട്ടും, ഈ പൊടിയൊന്നും അങ്ങോട്ട് അടിക്കാതിരിക്കാൻ. അപ്പം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ തലേന്ന് ഞാനിത് മാറ്റിയില്ലെന്നുള്ളത്. അപ്പം ഞാൻ ഇച്ചിരി കപ്പയും വാങ്ങിക്കുന്നുണ്ട്. കപ്പ ഞാനവിടെ തിരഞ്ഞെടുക്കുക. ചിലതെടുക്കുമ്പം ഇങ്ങനെ മുറിഞ്ഞടമൊക്കെ ഉണ്ട്, അതുകൊണ്ട് മുറിയാത്തത് ഞാൻ എടുക്കുക. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ കൊച്ചുള്ളിക്ക് എന്തോ വിലയാണ്? ഇവിടെ ഇപ്പം വില ചോദിച്ചുണ്ടെങ്കിൽ 120 രൂപ. ആരോ എന്നാലും പറയുന്ന കേട്ട് കൊച്ചുള്ളിക്ക് വില കുറഞ്ഞെന്ന്. അപ്പം ഞാനത് 120 രൂപ ആയതുകൊണ്ട് ഞാൻ നോക്കി എന്നാൽ 1/2 കിലോ എടുക്കാമെന്ന്. അപ്പോൾ അത് മുകളിലല്ല, ചിലത് വലുതുണ്ട്, ചിലത് വലുതല്ല, ചെറുതാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ മെനക്കെട്ടെടുക്കാൻ പോയില്ല. ഏത്തയ്ക്ക ഞാൻ വാങ്ങിച്ചു. പക്ഷേ ഏത്തയ്ക്ക അവിടെ പഴുത്തത് ഒരെണ്ണമില്ലായിരുന്നു, ഇച്ചിരി മഞ്ഞ കളറേ ഉള്ളായിരുന്നു. ഞാൻ എന്തോന്നേലും 2 കിലോ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു വൈകുന്നേരം ആയണ്ണേ അത് നല്ല മഞ്ഞയായി. അത്രയ്ക്ക് ചൂടാന്ന് നിങ്ങൾ ചിന്തിച്ചു. വാങ്ങിച്ചതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേന് എല്ലാവരും വെട്ടുകയൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, എല്ലാവരും തിന്ന്. പിന്നെ ഞാൻ ഓർത്തത്, പിന്നെ വീട്ടിൽ വന്നിട്ട് അന്ന് ഇവന്മാർ സൺഡേ ദിവസം നോക്കിയിരിക്കുക വെളിയിൽ നിന്ന് വല്ലതും വാങ്ങിക്കാൻ. ഞാൻ പറഞ്ഞു വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട, ചമ്മന്തി അരച്ച് മുട്ടയും പൊരിച്ച് ചിക്കൻ്റെ അച്ചാറും ഉണ്ടായിരുന്നു. ഇവന്മാർക്ക് വേണ്ടി ഇഷ്ടമുള്ള ബിരിയാണി അരി ഉണ്ടാക്കി. അപ്പം അന്ന് വന്നിട്ട് ഇതൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.